ഹായ് ഫ്രണ്ട്സ്, നമുക്കിത് വായിച്ച് നോക്കാം. പ്രാർത്ഥനയുടെ രഹസ്യം എന്താ നോക്കിയാലോ. കണ്ണീരും പ്രാർത്ഥനയും തമ്മിൽ വലിയൊരു ബന്ധം എനിക്ക് അനുഭവപ്പെടുന്നു. ദൈവത്തിന് മുൻപിൽ ഇത്രമേൽ കരഞ്ഞിട്ടും എന്തേ അവിടുന്ന് കണ്ണുനീർ തുടയ്ക്കാത്തത് എന്ന ചോദ്യത്തിന് വളരെയേറെ പഴക്കമുണ്ട്. പ്രാർത്ഥനയിൽ മടുപ്പും വിരസതയും സാധാരണമാണ്. പ്രാർത്ഥിച്ചിട്ടും ലഭിക്കാതെ വരുമ്പോൾ ദൈവത്തെ സംശയിച്ചു പോകുന്നതും വിരളമായ ഒരു യാഥാർത്ഥ്യമല്ല. സത്യം എന്താണെന്ന് അറിയണമെങ്കിൽ നാം പ്രാർത്ഥിക്കണം. നമ്മുടെ മനസ്സാക്ഷി നമ്മോട് പറയുന്നത് ശരിയോ തെറ്റോ ആകാം. നാം ചിന്തിക്കുന്നതിന് പൂർണ്ണതയുണ്ടാകാം, ഇല്ലായിരിക്കാം. ആരുടെ ഉപദേശവും അപൂർണമാണ്. പക്ഷേ ദൈവം നമ്മോട് പറയുന്നത് സത്യമാണ്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനുള്ള പരിശീലനമാണ് പ്രാർത്ഥന. പിതാവായ ദൈവം വ്യക്തിയാണ്, പുത്രനായ ദൈവം വ്യക്തിയാണ്, പരിശുദ്ധാത്മാവായ ദൈവം വ്യക്തിയാണ്. അവിടുന്ന് നമ്മോട് സംസാരിക്കും. ദൈവം പറയുന്നത് ചെയ്യുവിൻ. നമ്മുടെ മനസ്സ് പ്രാപ്തമാകുന്നതുവരെ നാം പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ കുറവ് വരുത്തരുത് കേട്ടോ. താങ്ക്